എവിടെ നിന്ന് കിട്ടി? എന്റെ കൈ കരുതുക മനസ്സിലാക്കിയിട്ടില്ല. ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് വേണം. അടിയടാ അവനെ. ആരെ വേണമെങ്കിലും അടിക്കട്ടെ, നമുക്കെന്ത് പുല്ല്. രണ്ട് ഭാഗവും ഇങ്ങനെ വാശി പിടിച്ചാൽ സംഗതി കൂടുതൽ വഷളാവുകയുള്ളൂ. ഞാൻ എന്റേത് മാത്രമായ ഒരു നിർദ്ദേശം വെക്കുകയാണ്. അതായത് പുതുശ്ശേരി തറവാട് എന്തൊക്കെ പറഞ്ഞാലും ഇരവി രാമപിള്ളയുടേതാണെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷെ അത് ദാസൻ മാസ്റ്റർ കൈമാറിയിരിക്കുകയാണ്. പാലക്കാട്ടുകാരനായ ദാസൻ മാസ്റ്റർക്ക് താമസിക്കാൻ വേറൊരു വീട് ഇരവി രാമപിള്ള സംഘടിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ വീട് ഒഴിഞ്ഞു കൊടുക്കുന്നേ തെറ്റില്ല. വേറൊരു വീട് ശരിയാക്കി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. വീട് ഒഴിയുന്ന കാര്യം ഒഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും പറയാം. വേറെന്തോന്ന്, തന്റെ അമ്മായിയമ്മയുടെ കല്യാണം. അയ്യോ ദയവ് ഇത് പ്രശ്നം വഷളാക്കരുത്. ഞാനൊരു പഞ്ചായത്ത് പ്രസിഡന്റാണ്, അത് നിങ്ങളാരും മറക്കരുത്. മറക്കും. എന്ത് വില കൊടുത്തും ഞാൻ എന്റെ വീട് തിരിച്ചെടുക്കും. എന്ത് വില വന്നാലും വീട് തിരിച്ചു തരില്ല. ഈ നാട്ടിലെ തൊഴിലാളി വർഗം ദാസൻ മാസ്റ്റർ പുറകെ അണിനിരന്ന് കഴിഞ്ഞു. ഞാൻ എന്റെ അവസാനത്തെ നിർദ്ദേശം പ്രസിഡന്റ് മുമ്പാകെ വെക്കുകയാണ്. എല്ലാവരും കേട്ടോളി. പുതുശ്ശേരി തറവാട്ടിലെ ഈ രവി രാമൻപിള്ള ഇപ്പോൾ താമസിക്കുന്ന പുത്തൻ പുതിയ കോൺക്രീറ്റ് വീട് ഈ പുതുശ്ശേരി തറവാട്ടിന് പകരമായി ദാസൻ മാസ്റ്റർക്ക് കൊടുക്കുന്നതാണ്. പ്രസിഡന്റ്, ഇതിൽ കൂടുതൽ ഞാൻ എന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ പറയുക, തീരുമാനിക്കുക. ദാസൻ മാസ്റ്റർ എന്ത് പറയുന്നു? എന്തിനാണ് ഈ മനുഷ്യനെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്? ഇപ്പോഴുള്ള ഈ നിർദ്ദേശം ഞാൻ പരിഗണിക്കുകയാണ്. പക്ഷേ നിയമപ്രകാരം വ്യക്തമായ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഈ വീട് ഒഴിഞ്ഞു കൊടുക്കുകയുള്ളൂ. നാളെ തന്നെ വീടിന്റെ രജിസ്ട്രേഷൻ നടത്താൻ ഞാൻ ഒരുക്കമാണ്. ഐ ആം റെഡി. ദാസേട്ട, ഈ വീടിന്റെ വില ദാസേട്ട മറന്നോ? നീ ഒന്നും മിണ്ടാതിരിക്കെ. മറ്റൊരാളുടെ ശാപമുള്ള വീട് നമുക്ക് വേണ്ട. താമസിക്കാൻ പുതിയൊരു വീട് കിട്ടുകയും ചെയ്യുമല്ലോ. ഇത് അവസാന തീരുമാനമായി കരുതാവോ? എനിക്ക് സമ്മതമാണ്. എനിക്കും ഇത് നല്ല തീരുമാനമാണ്. എങ്കിൽ നാളെ തന്നെ രജിസ്ട്രേഷൻ. പിള്ളേച്ച് ഇങ്ങോട്ട് വാ. വാന്ന് ദാസൻ മാസ്റ്റർ വാ. താൻ പോയി വാ. ദാസൻ മാസ്റ്റർ വാന്ന് കൈയ്യെടു. പിടി. നാളെ തന്നെ ഞാനും കുടുംബവും ഇങ്ങോട്ട്